ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ് ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ചത്. മുളക് പൊടി കൂട്ടണില്ല, അതിന് പകരം പച്ചമുളകാണ്. ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 ചുള ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടി, ഗരം മസാല, കോൺഫ്ലവർ ലേശം, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഒരു മുട്ടയും കൂടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാ സാധനവും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുറച്ചിടുന്നുണ്ട്, കോൺഫ്ലവർ കുറച്ചിടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു ഇത്ര ചെറിയ സ്പൂണാണ്. പിന്നെ ഒരു പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് വലിയ ജീരകം കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഒരു ഇത്ര ഇടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ലേശം ഇത് ചെറുനാരങ്ങ എടുത്ത് വെച്ചിന്ന് അത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് നല്ലപോലെ ഇതിമേ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിമേലൊന്ന് പിടിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് തേച്ച് വെച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ചട്ടി തീമച്ചിട്ടുണ്ട്. അതിക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് 2 കറിവേപ്പിൻ്റെ ഇല ഇതിലിട്ട് കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇല എത്ര ഇട്ടാലും നല്ലതാണ്, പക്ഷെ നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഓരോ കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിമ ഞാൻ പച്ചമുളക് തേച്ചാൽ എന്താ വെച്ചാൽ കാന്താരി കിട്ടാറില്ലല്ലോ. ഇപ്പോൾ കാന്താരിയാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ എരിവ് കുറവാണ് ഇഷ്ടം, അപ്പം അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത്. കാന്താരിയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും, എരിവൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാനെടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊരിഞ്ഞിട്ട് നമുക്ക് അടുത്തും കൂടി ഇടണം അതിൽ. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ മറ്റും കൂടി ഇതിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയായിന്. ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ടായിന്ന് ഒരു പകുതി ഭാഗമായപ്പോൾ. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് മാറ്റാം.
ഇപ്പം നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. നല്ല രസമുള്ളതാണ്. നമുക്ക് ഏതിന് വേണമെങ്കിലും കൂട്ടാം. ചോറിനും ചപ്പാത്തിക്കൊക്കെ എടുക്കാം. നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അസ്സലാമു അലൈക്കും.